ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ സീനിയർ സെക്കൻഡ് റിക്രൂട്ട്സ് SSRൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിതിൽ ഓൾറെഡി ഇതിൽ ജനറൽ നോളജിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ സയൻസ് ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ ഡയമെൻഷൻസ് ഓഫ് പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് ആർ ദ സെയിം ആസ് ദോസ് ഓഫ് ഓപ്ഷൻ എ എനർജി, ഓപ്ഷൻ ബി പവർ, ഓപ്ഷൻ സി ആംഗുലാർ ഫ്രീക്വൻസി, ഓപ്ഷൻ ഡി ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ പ്ലാങ്ക് കോൺസ്റ്റൻറ്റിൻ്റെയും താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒന്നിൻ്റെയും ഡയമെൻഷൻ ഒരുപോലെയുള്ള സെയിം ആണ്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ടോപ്പിക് വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആംഗുലാർ മൊമെൻ്റ് ആണ്. അടുത്ത ചോദ്യം, എ ടെന്നീസ് ബോൾ ഈസ് ത്രോൺ സ്ട്രേറ്റ് അപ്പ് ആൻഡ് കോട്ട് അറ്റ് ദ സെയിം ഹൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് ദ ബോൾ വെൻ ഇറ്റ് റീച്ചസ് ദ അപ്പെക്സ്? ഓപ്ഷൻ എ, the velocity of the ball is 0. Option B, the acceleration of the ball is 0. Option C, the acceleration of the ball is 9.8 meter per second square up. Option D, none of this. ഈ ഒരു ബോൾ പൊന്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കണ്ടീഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി, ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് അപ്പ്. അതായത് ആ ബോൾ മുകളിലോട്ട് ഉയരുമ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ഇതിൽ ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ആൻ ഒബ്ജക്റ്റ് മൂവിങ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇൻ ആൻ ഇനേഷ്യൽ ഫ്രെയിം മസ്റ്റ്. ഓപ്ഷൻ എ, ഹാവ് എ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. Option B, have 0 net force acting on it. Option D, not have any force of gravity on it. Option D, stop after some time due to gravity. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു വസ്തു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ ആക്സിലറേഷൻ അവിടെ 0 ആയിട്ട് മാറും. സോ ആക്സിലറേഷൻ 0 ആയിട്ട് മാറുമ്പോൾ ഫോഴ്സ് ഓട്ടോമാറ്റിക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഹാവ് നോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. എ ബോഡി ഓഫ് മാസ് 3 kilogram ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം ദ ഹൈറ്റ് ഓഫ് 1 meter. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി വിൽ ബി വെൻ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു 3 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഉണ്ട്. ആ വസ്തു 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പം അത് ഭൂമിയിൽ തൊടുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വീഴാണ്. അപ്പം ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുന്നേ എത്തുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് 12 mv² വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് പോസിബിൾ അല്ല. സോ നമ്മൾ ഇവിടെ കാണേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ PE = mgh വെച്ചിട്ടാണ് ഇവിടെ കാണേണ്ടത്. നമുക്ക് ഇവിടെ 10 എടുക്കാം. 10 എടുത്തിട്ട് ഇതിന് അപ്രോക്സിമേറ്റ് വാല്യൂ ഇവിടെ കിട്ടും. അതായത് മാസ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. 3 × 10 × h എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് ഇവിടെ. സോ ആൻസർ ഇവിടെ വരുന്നത് നമുക്ക് കിട്ടുന്നത് 30 ആണ്. 30 ജൂളാണ് ആൻസർ വരുന്നത്. സോ നമ്മൾ 9.8 കൊടുത്തുള്ള വാല്യൂ ഇവിടെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബി 29.4 എന്നിവിടെ കറക്റ്റ് ആൻസർ ഉണ്ട്. അടുത്ത ചോദ്യം, എ ബോഡി ഓഫ് മാസ് 50 kilogram ഈസ് സ്റ്റാൻഡിങ് ഓൺ എ വെയിങ് മെഷീൻ
placed on the floor of a lift. The machine reads his weight in Newton. What is the reading of the machine in the lift is moving downwards with a uniform acceleration of 5 meter per second square. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബോഡി 50 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. അതൊരു വെയിറ്റ് മെഷീനിൽ ഒരു ലിഫ്റ്റിൻ്റെ താഴെ ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു ലിഫ്റ്റ് താഴോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ആ വെയിറ്റ് മെഷീനിൽ കാണിക്കുന്ന അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 240 ന്യൂട്ടൺ, ഓപ്ഷൻ ബി 480 ന്യൂട്ടൺ, ഓപ്ഷൻ സി 720 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഇവിടെ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം ജി ആണെന്നറിയാം. സോ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വീഴാണ്. സോ എം താഴേക്ക് വീഴുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും. സോ എം ജി മൈനസ് എ എന്ന് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 50 കിലോഗ്രാമാണ്. 50 ഇൻറ്റു 10 കൊടുത്തു നോക്കാം. 10 മൈനസ് 5 അതായത് 5 വരും. 50 ഇൻറ്റു 5ൻ്റെ വാല്യൂ വരുന്നത് 250 ന്യൂട്ടൺ ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ 9.8 വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, അതായത് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്നത് ഓപ്ഷൻ എ 240 ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, എ വാട്ടർ ഫിലിം ഈസ് മെയ്ഡ് ബിറ്റ്വീൻ 2 straight parallel wires of length 10 cm each and at a distance of 0.5 cm from each other. If the distance between the wire is increased by 1 mm, how much work done will be done? Surface tension of the water is equal to 72 dynes per centimeter. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 10 സെൻറ്റിമീറ്റർ വീതമുള്ള 2 വയറുണ്ട്, അതിൻ്റെ ഇടയിലൊരു വാട്ടർ തിൻ ഫിലിം ഉണ്ടായിട്ടുണ്ട്. സോ അതിന് നിലവിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അതൊരു 1 മില്ലിമീറ്റർ കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ വർക്ക് ഡൺ കാണേണ്ടത് ERGSലാണ്. സോ നമുക്കത് ജസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. സോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ dW ഈസ് ഈക്വൽ ടു 2T ഡെൽറ്റ എ ഫോർ ഏരിയ. സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക 2 ഇൻറ്റു നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് തന്നിരിക്കുന്ന എനർജി ERGSലാണ്. സോ ഈ ഒരു ടെൻഷൻ നമ്മൾ തന്നിരിക്കുന്ന ഡൈൻസ് പെർ സെൻറ്റിമീറ്ററിൽ തന്നെ എഴുതിയാൽ മതി, അതായത് 72 ഇൻറ്റു. ഇനി ഇവിടെ ഏരിയ നമുക്കറിയാം, അത് 10 സെൻറ്റിമീറ്ററും നമ്മൾ അവിടെ മൂവ് ചെയ്യുന്നത് 1 മില്ലിമീറ്ററും കൂടെയാണ്. സോ അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മളത് സെൻറ്റിമീറ്ററിൽ തന്നെ എഴുതിയാൽ മതി 1. ഇപ്പോൾ 2 ഇൻറ്റു 72 എന്ന് പറയുന്നത് 144 ERGS ആണ് ഇതിൻ്റെ ശരി ഉത്തരം. സോ ഇനി ഇത് ഫോഴ്സിലേക്ക് ആക്കിയിട്ട് നമ്മുടെ SI യൂണിറ്റിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. സോ നമുക്ക് ആൻസറിൽ തന്നിരിക്കുന്നത് ERGSലായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. In a gas of diatomic molecules, the ratio of the two specific heats of gas Cp/Cv is option A 1.66, option B 1.40, option C 1.33, option D 1. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1.40 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഹാസ് ദ സെയിം ടെമ്പറേച്ചർ ആസ് ദാറ്റ് ഓഫ് ദ സറൗണ്ടിങ്സ്. The ratio of radiations emitted and radiation received from the surroundings is. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ ബോഡിയുടെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചറും ഈക്വലാണ്, സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ ആ റേഡിയേഷൻ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി ഇൻഫിനിറ്റി, ഓപ്ഷൻ ഡി
നൺ ഓഫ് ദിസ്. സോ ഇവിടെ പറയുന്നുണ്ട് സെയിം ടെമ്പറേച്ചറാണ്, അതായത് ഇക്വിലിബ്രിയത്തിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങോട്ട് കൊടുക്കൂല, ഇങ്ങോട്ട് വാങ്ങത്തുമില്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 0. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ദ ചേഞ്ച് ഇൻ ദെയർ ടൈം പീരീഡ് വെൻ ദേ ആർ ടേക്കൺ ടു മൂൺ? ഓപ്ഷൻ എ സിമ്പിൾ പെൻഡുലം, ഓപ്ഷൻ സി എ ഫിസിക്കൽ പെൻഡുലം, ഓപ്ഷൻ സി എ ടെറസ്ട്രിയൽ പെൻഡുലം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇപ്പോൾ താഴെ 3 പെൻഡുലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ചന്ദ്രനിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ടൈം പീരീഡിൽ ചേഞ്ച് ഉണ്ടാവാത്തത്? സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ടെറസ്ട്രിയൽ പെൻഡുലാണ്. നമ്മുടെ സിമ്പിൾ പെൻഡുലവും ഫിസിക്കൽ പെൻഡുലവും വാല്യൂ ഓഫ് ജി എ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ടെറസ്ട്രിയൽ പെൻഡുലം വാല്യൂ ഓഫ് ജി എ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. If a wave's frequency doubles and its speed stays constant, its wavelength is. ഒരു വേവിൻ്റെ അല്ലെങ്കിൽ ഒരു എറേ. If a wave's frequency doubles and its speed stays constant, its wavelength is. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വേവിൻ്റെ ഫ്രീക്വൻസി ഡബിൾ ചെയ്തു, അതങ്ങനെയെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അതിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്നിവിടെ പറയുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ എ ഹാഫ്ഡ്, ഓപ്ഷൻ ബി ഓൾസോ ഡബിൾഡ്, ഓപ്ഷൻ സി അൺചേഞ്ച്ഡ്, ഓപ്ഷൻ സി അൺചേഞ്ച്ഡ്, ആ സി ഈസ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ഡി നൗ 4 ഇൻറ്റു ലോങ്ങർ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മുടെ സ്പെക്ട്രത്തിൽ നോക്കിയാൽ അറിയാം, ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് അതിൻ്റെ വേവ് ലെങ്ത്ത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. സോ അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡബിൾ ചെയ്യുകയാണെങ്കിൽ വേവ് ലെങ്ത്ത് എന്തായിട്ട് മാറും? ഹാഫ്ഡ് ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 10 cm ഈസ് ചാർജ്ഡ് സച്ച് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ്സ് സർഫേസ് ഈസ് 80 volt. ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഈസ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഹോളോ മെറ്റൽ സ്ഫിയർ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 10 cm ആണ്, അത് ചാർജ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫേസിൽ 80 volt ആണ്. അങ്ങനെയെങ്കിൽ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിത് ക്ലാസ് എടുത്തപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അധിക ക്വസ്റ്റ്യനും നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 80 volt തന്നെയാണ്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഹോളോ മെറ്റൽ സ്ഫിയർ എന്താണ്? 0 ആണ്. സോ അപ്പം അവിടെ ഉണ്ടാകുന്ന, അതായത് ആ ഒരു സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 80 volt തന്നെയാണ്. ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ നെർവ് ദ മാൻ. ഒരു ഇലക്ട്രിക് കറണ്ട് നമ്മുടെ നെർവ് കൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഒരു മനുഷ്യന് സംഭവിക്കുന്ന കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബീയിങ് ലോ ഓഫ്, ഓപ്ഷൻ ബി ബീയിങ് ടു വീപ്പ്, ഓപ്ഷൻ സി ഈസ് എക്സൈറ്റഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഈസ് എക്സൈറ്റഡ് ആണ്. വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ബി ഇൻക്രീസസ്, ഓപ്ഷൻ സി ഡിക്രീസസ്, ഓപ്ഷൻ ഡി ബിക്കം 0. സോ ഇവിടെ ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. സോ അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്നതായിരിക്കും റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. കറണ്ട് ഇൻ എ സർക്യൂട്ട് ഈസ് വാട്ട്ലെസ് ഇഫ്. ഒരു സർക്യൂട്ടിലെ കറണ്ട് വാട്ട്ലെസ് ആണ്, അതായത് പവർ ഇല്ലാത്തൊരു കേസ് ഏതാണ്? ഓപ്ഷൻ എ കറണ്ട് ഈസ് ആൾട്ടർനേറ്റിംഗ്, ഓപ്ഷൻ ബി റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട് ഈസ് 0, ഓപ്ഷൻ സി ഇൻഡക്റ്റൻസ് ഇൻ സർക്യൂട്ട് ഈസ് 0, ഓപ്ഷൻ ഡി റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ബോത്ത് ആർ 0. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട് ഈസ് 0. അതായത് റെസിസ്റ്റൻസ് നമ്മൾ വിചാരിക്കുക R = 0, റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ P =
ഐ സ്ക്വയർ ആർ എന്നൊരു ഇക്വേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ആർ 0 ആയിട്ടുണ്ടെങ്കിൽ പവർ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട് ഈസ് 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ ക്ലാസ് എടുത്തപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സ്വെൽ മോഡിഫൈഡ് ഫോം ഓഫ് ആംബിയർ സർക്യൂട്ട് ലോ ഈസ്. ഈ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻ അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും സാധാരണ ചോദിക്കാറുണ്ട്. എയർഫോഴ്സിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കാറുണ്ട്. ദെൻ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ക്വസ്റ്റ്യനിലും നേവിയുടെ എക്കും ചോദിക്കാം, SSRനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഓപ്ഷൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0I. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീഫ് പ്ലേസ്ഡ് ഇൻ റെഡ് ലൈറ്റ് വിൽ അപ്പിയർ. ഒരു ചുവന്ന വെളിച്ചത്തിന് താഴെ അല്ലെങ്കിൽ ചുവന്ന വെളിച്ചത്തിൽ പച്ച ഇല എന്ത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ബ്ലാക്ക്, ഓപ്ഷൻ ബി ഗ്രീൻ, ഓപ്ഷൻ സി റെഡ്, ഓപ്ഷൻ ഡി വയലറ്റ്. ഓപ്ഷൻ എ ബ്ലാക്ക് ആണ് ശരി ഉത്തരം. എ വാട്ടർ ഡ്രോപ്പ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ ഡ്രോപ്ലെറ്റ്സ്. ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ് ഓഫ് ദ ബിഗ് ഡ്രോപ്പ് വിൽ ബി. ഓപ്ഷൻ എ same as that for smaller droplet. Option B half of that for smaller droplet. Option C 1/4 of that for smaller droplet. Option D twice of that for smaller droplet. The answer option B 1/2 of that for smaller droplet. ഇത് ചെറിയ ഡെറിവേഷൻ ഉണ്ട്. സോ ഡെറിവേഷൻ നമ്മൾ ചോദിക്കത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് ചോദിക്കാറുള്ളത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ഹാഫ് ഓഫ് ദാറ്റ് ഫോർ സ്മോളർ ഡ്രോപ്ലെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മോഡ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു റേഡിയോ ആക്റ്റീവ് ഡി കെ അല്ലാത്തത്? ഓപ്ഷൻ എ പോസിട്രോൺ എമിഷൻ, ഓപ്ഷൻ ബി ഇലക്ട്രോൺ ക്യാപ്ചർ, ഓപ്ഷൻ സി ഫ്യൂഷൻ, ഓപ്ഷൻ ഡി ആൽഫ ഡി കെ. ഓപ്ഷൻ സി ഫ്യൂഷനാണ് ശരി ഉത്തരം. A message signal of frequency omega m is superimposed on a carrier wave of frequency omega c to get an amplitude modulated wave. The frequency of the AM wave will be. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മെസ്സേജ് സിഗ്നൽ ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ഒമേഗ എം ആണ്. അത് ഒരു കാരിയർ വേവ് ഫ്രീക്വൻസിയുടെ ഒമേഗ സിയുടെ കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ ഈ ഒരു AM വേവിൻ്റെ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഒമേഗ എം, ഓപ്ഷൻ ബി ഒമേഗ സി, ഓപ്ഷൻ സി ഒമേഗ എം പ്ലസ് ഒമേഗ സി ഡിവൈഡ് ബൈ 2, ഓപ്ഷൻ ഡി ഒമേഗ എം മൈനസ് ഒമേഗ സി ഡിവൈഡ് ബൈ 2. സോ ഇവിടെ പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് കാരിയർ വേവ് എന്നാണ്. അതായത് AM വേവിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒമേഗ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. വാട്ടറിൻ്റെ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവുന്നതിനുള്ള കാരണം? ഓപ്ഷൻ എ കാൽഷ്യം സൾഫേറ്റ്, ഓപ്ഷൻ ബി കാൽഷ്യം ബൈകാർബണേറ്റ്, ഓപ്ഷൻ സി മഗ്നീഷ്യം സൾഫേറ്റ്, ഓപ്ഷൻ ഡി കാൽഷ്യം ക്ലോറൈഡ്. ഇതിന് ആൻസർ ഓപ്ഷൻ ബി കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. ഓപ്ഷൻ ബി കാൽഷ്യം ബൈകാർബണേറ്റ്. ശരിക്കും കാൽഷ്യം ബൈകാർബണേറ്റ് മാത്രമല്ല മഗ്നീഷ്യം ബൈകാർബണേറ്റും ഇതിന് കാരണമാവുന്നുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ ഹൈഡ്രജൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ദ ഹൈഡ്രോകാർബൺ ഫോംഡ് ബൈ ദ ഹൈഡ്രജനേഷൻ ഓഫ് എഥിലീൻ. എഥിലിൽ ഉണ്ടാവുന്ന ഹൈഡ്രജൻ മോളിക്യൂൾസിൻ്റെ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 2. ഓപ്ഷൻ ബി 6 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ പ്രൈമറി കെമിക്കൽ റിയാക്ഷൻ ഡ്യൂറിങ് എൻസൈമാറ്റിക് ഡൈജഷൻ ഈസ്. ഓപ്ഷൻ എ ഇലക്ട്രോലൈസിസ്, ഓപ്ഷൻ ബി ഹൈഡ്രോലൈസിസ്, ഓപ്ഷൻ സി ലിപ്പോലൈസിസ്, ഓപ്ഷൻ ഡി കണ്ടൻസേഷൻ. ഓപ്ഷൻ ബി ഹൈഡ്രോലൈസിസ് ആണ് ശരി ഉത്തരം. വിച്ച് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് കോൾഡ് ദ മാസ്റ്റർ ഗ്ലാൻഡ്.
ഹ്യൂമൻ ബോഡിയിലെ ഏത് ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയാറുള്ളത്? ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി തൈറോയ്ഡ്, ഓപ്ഷൻ സി പിറ്റ്യൂട്ടറി, ഓപ്ഷൻ ഡി സ്പ്ലീൻ. ഓപ്ഷൻ സി പിറ്റ്യൂട്ടറി ആണ് ഇതിൻ്റെ ശരി ഉത്തരം. ഡാഷ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ട്രാൻസ്ലേറ്റ് ന്യൂമോണിക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റു എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. അത് ന്യൂമോണിക് തന്നെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് കരുതുന്നുണ്ട്. ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി അസംബ്ലർ, ഓപ്ഷൻ സി ട്രാൻസ്ലേറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ബി അസംബ്ലർ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്? താഴെ തന്നിരിക്കുന്ന ഏതാണ് ഒരു ഫിസിക്കൽ ചേഞ്ച്? ബേണിംഗ് ഓഫ് കുക്കിംഗ് ഗ്യാസ്, ഓപ്ഷൻ ബി സോറിങ് ഓഫ് മിൽക്ക്, ഓപ്ഷൻ സി ഡയജനേഷൻ ഓഫ് ഫുഡ്, ഓപ്ഷൻ ഡി ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ ടു വാട്ടർ. സോ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഫിസിക്കൽ ചേഞ്ച് ഓപ്ഷൻ ഡി ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ ടു വാട്ടർ ആണ്. സോ നമ്മൾ ഈ ഒരു SSRൻ്റെ ജനറൽ സയൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിതിൻ്റെ ഓൾറെഡി ടോപ്പിക് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ്. ഓരോ ഫിസിക്സിലെ ഓരോ ടോപ്പിക്കിന് സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്, കെമിസ്ട്രിയുടെ എടുത്തിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് കാണണം, കാരണം അതിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. അതിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ തന്നെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വീഡിയോ എന്തായാലും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. സോ +2 ബേസ് കുറവുള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ആ ടോപ്പിക് വീഡിയോയും കണ്ടിരിക്കണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിലേക്കും ജയ് ഹിന്ദ്.